സംസ്ഥാനത്ത് അതിനിർണായകമായ ഉപതിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ സർക്കാരിനെയും പാർട്ടിയെയും വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ് സഖാവ് ഇ.പി. ജയരാജൻ. ഇ.പി. ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൽ പാർട്ടിക്കെതിരെയും രണ്ടാം പിണറായി സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണുള്ളത്. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്ന വാദമാണ് ഇ.പി. ജയരാജൻ ഈ പുസ്തകത്തിൽ ഉയർത്തിയിട്ടുള്ളത്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധിയുണ്ടെങ്കിലും ഇതിനപ്പുറം ജനങ്ങൾ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള മികച്ച അഭിപ്രായം രണ്ടാം പിണറായി സർക്കാരിനില്ല എന്നു മാത്രമല്ല, താരതമ്യേന ദുർബലമാണ് എന്ന വാദവും ജയരാജൻ ഈ പുസ്തകത്തിൽ ഉയർത്തുന്നു. സംഘടനാപരമായും രാഷ്ട്രീയപരമായും തിരുത്തലുകൾ വേണമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്ന് സംശയമുണ്ടെന്നും കൂടി ഇ.പി. ജയരാജൻ തുറന്നടിക്കുന്നു. ഇതുകൂടാതെ പാലക്കാട്ടെ CPM സ്ഥാനാർത്ഥി പി സരിനെതിരെയും ജയരാജൻ രംഗത്തെത്തി സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നവർ വയ്യാവേലിയാണ് എന്നും PV അൻവർ പോലും ഇത്തരം പ്രതീകമായിരുന്നുവെന്നും ഇ.പി. പുസ്തകത്തിൽ പറയുന്നു. സരിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കുമെന്നും ഇ.പി. പറയുന്നുണ്ട്. അൻവറിന്റെ പിന്നിൽ തീവ്രവാദ ശക്തികളാണ് എന്നും ഇ.പി. എഴുതുന്നു. വിവാദ ദല്ലാൾ വിഷയത്തിലും ഇ.പി. തുറന്നെഴുതിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ കണ്ടത് ഒരു പ്രാവശ്യം മാത്രമാണ് എന്നും LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പാർട്ടി തന്നെ കേൾക്കാതെയാണെന്നും ഇ.പി. എഴുതുന്നു. താനില്ലാത്ത സെക്രട്ടേറിയറ്റിലാണ് തന്നെ നീക്കുന്ന കാര്യം ചർച്ച ചെയ്യുന്നത്. പാർട്ടി മനസ്സിലാക്കിയില്ല എന്നതാണ് താൻ നേരിട്ട ഏറ്റവും വലിയ പ്രയാസം. കേന്ദ്ര കമ്മിറ്റിയാണ് തനിക്കെതിരെ തീരുമാനമെടുക്കേണ്ടത് എന്നിരിക്കെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം അണികൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും ഇ.പി. തുറന്നെഴുതുന്നു. ഇക്കാര്യത്തിൽ വലിയ ഗൂഢാലോചന നടന്നതായും ഇ.പി. എഴുതുന്നുണ്ട്. ദേശാഭിമാനി പത്രം സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് പരസ്യവും ബോണ്ടും വാങ്ങിയത് പാർട്ടിയെ അറിയിച്ച ശേഷമായിരുന്നുവെന്നും ഇ.പി. എഴുതുന്നു. എന്നാൽ VS തനിക്കെതിരെ അത് ആയുധമാക്കുകയാണുണ്ടായത്. വർഗീയതയുടെ കാലത്ത് വലിയ രീതിയിൽ പലരും തനിക്കെതിരെ ഈ വിഷയമെടുത്തിട്ടു തന്നെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചുവെന്നും ഇ.പി. പരാതിപ്പെടുന്നു. ഏറെ വിവാദമായ വൈദേകം റിസോർട്ടിനെ കുറിച്ചും ഇ.പി. പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നേതാക്കൾക്ക് താമസിക്കാനാണ് ഈ കെട്ടിടം ഒരുക്കിയത് എന്നാണ് ഇ.പി.യുടെ പുതിയ വാദം. റിസോർട്ട് എന്ന് പേര് നൽകിയത് മാധ്യമങ്ങളാണത്രേ. മകന്റെയും ഭാര്യയുടെയും പണമാണ് നിക്ഷേപിച്ചത് എന്നും അവ കള്ളപ്പണമാണെന്ന് പിന്നീട് പറഞ്ഞു പരത്തപ്പെടുകയാണുണ്ടായതെന്നും ഇ.പി. പറയുന്നു.